നമസ്കാരം. വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ഏറെ പരിഹാരമാകുന്ന വൈലോങ്ങര ഓരാടംപാലം ബൈപ്പാസ് 2 ദിവസത്തിനകം സ്ഥല ഉടമകൾക്ക് പണം നൽകുവാനാകുമെന്ന് മഞ്ഞളാംകുഴി അലി. പാർട്ടി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും MLA വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. 2 ദിവസത്തെ വർക്ക് കൂടി മാത്രമേ മോള് ബാക്കിയുള്ളത്. ഇപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻ എമൗണ്ട് എല്ലാം പാസ്സായി സംഖ്യ വന്നിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അപ്പൊ കളക്ടർ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 2 ദിവസത്തിനകം അത് പരിപൂർണമായിട്ട് ശരിയാവും നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് അവർക്ക് കൊടുക്കുക, പാർട്ടികൾക്ക് കൊടുക്കുക. 32ഓളം പാർട്ടികളുണ്ട്. ആ പാർട്ടികൾക്ക് ചെക്ക് കൊടുക്കുക, വർക്ക് നമ്മൾ സ്ഥലം ഏറ്റെടുക്കുക, വർക്ക് തുടങ്ങുക. അപ്പൊ അതിന് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാ പ്രയാസങ്ങളും ഇതുവരെയുള്ളതൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസത്തെ ഒരു ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നു. 2 ദിവസത്തെ ഇൻട്രസ്റ്റ് കുറച്ചാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൂടി കൂട്ടി കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കളക്ടറുമായിട്ട് ഇന്നും ഞങ്ങൾ രാവിലെ സംസാരിച്ചിരുന്നു. ഒരു സംശയമില്ല, അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതെന്നാണ് പ്രതീക്ഷ. ജലീലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ 7ാം മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിക്കാക്കയാണ് അത് പറഞ്ഞതെന്നില്ല. ജലീലിൽ ഇപ്പൊ എന്തെല്ലാം പറയുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയാത്തൊരു സ്ഥിതിയാണ്. പലതും പല സമയത്ത് പലതും പറയുന്നുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ജലീൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല. ഞാൻ പറഞ്ഞതാണ്, അന്നത്തെ കാലത്ത് 5ാം മന്ത്രിയെ പറ്റി എന്നോട് ചോദിച്ചു മാതൃകക്കാര്. ആ സമയത്ത് ഞാൻ പറഞ്ഞ 5, 6, 7 അന്നത്തെ സ്ഥിതിയിൽ നമുക്ക് അർഹത ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞത്. അതല്ലാതെ മുസ്ലിം ലീഗിന് 5 വേണം, 6 വേണം, 7 വേണം ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ കാലഘട്ടങ്ങളിൽ വല്ലാത്ത രീതിയിലുള്ള സംസാരം ഉണ്ടായപ്പോ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് 5, 6, 7 നമുക്ക് അന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. അതല്ലാതെ എന്തെങ്കിലും കേൾക്കുന്നത് ജലീലോ അല്ലെങ്കിൽ ജലീലിനെ പോലുള്ള ആൾക്കാരൊക്കെ വല്ലതും പറയുന്നില്ല. അതിനൊന്നും ഞാൻ പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. ഈ മംഗളയില് മത്സരരംഗത്തേക്കുണ്ടാകുമോ? അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുക. പൊതുവെ നമ്മുടെ നിയമസഭാ ഇലക്ഷൻ വരികയാണല്ലോ, എങ്ങനെയാണ് ട്രെൻഡുകളൊക്കെ? ഒരു സംശയമില്ല, ഒരു 110 സീറ്റ് UDF ലഭിക്കും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. അത് ജനങ്ങൾ മുഴുവനും വെറുത്തിട്ടുണ്ട്. ഈ പാർട്ടിയുടെ നേതാക്കന്മാര്, മന്ത്രിമാര്, മുഖ്യമന്ത്രിയുടെ ഒക്കെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ജനങ്ങൾക്ക് സഹിക്കുന്നതിൽ അപ്പുറത്തിയിട്ടുണ്ട്. ഒരു സംശയമില്ല, ഇപ്രാവശ്യം ഒരു 110 സീറ്റോട് കൂടി അധികാരത്തിൽ വരുന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.